പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയെ കൊലപ്പെടുത്തിയത് കഴുത്തു ഞെരിച്ചെന്ന് പ്രാഥമിക നിഗമനം. 9 പവന്റെ മാലയും പ്രതികൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിന് 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇന്നലെ വൈകുന്നേരമാണ് മൈലപ്ര സ്വദേശി ജോർജിന്റെ മൃതദേഹം കടയ്ക്കുള്ളിൽ കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരുകിയ നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെ കൊലപാതകം നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിലയിരുത്തൽ. കഴുത്തു ഞെരിക്കാൻ ഉപയോഗിച്ച 2 കൈലിമുണ്ടും ഒരു ഷർട്ടും കണ്ടെത്തി. ജോർജിന്റെ കഴുത്തിലുണ്ടായിരുന്ന 9 പവന്റെ മാല പൊട്ടിച്ചെടുത്തു. മാലയുടെ കൊളുത്ത് പൊട്ടിയ നിലയിൽ കടയ്ക്കുള്ളിൽ നിന്ന് കണ്ടെത്തി. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ച പണവും CCTV ഹാർഡ് ഡിസ്ക് മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഡോഗ് സ്ക്വാഡിനെ അടക്കം സ്ഥലത്ത് എത്തിച്ചായിരുന്നു പരിശോധന. പോലീസ് നായ മേപ്പഴൂർ റൂട്ടിൽ ആളൊഴിഞ്ഞ വീടിന് മുൻപിലാണ് എത്തിയത്. വീടിനുള്ളിൽ പരിശോധന നടത്തിയെങ്കിലും പോലീസിനൊന്നും കണ്ടെത്താനായില്ല. സമീപത്തെ വീടുകളിലെയും കടകളിലെയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ജോർജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മീഡിയ 1 പത്തനംതിട്ട.